അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഷോപ്പ് ഇനോഗ്രേഷന് വേണ്ടിയിട്ടുള്ള കേക്കാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. കസ്റ്റമർ വേറെ ആരുമല്ല, എൻ്റെ ഫ്രണ്ട് തന്നെയാണ്. കേക്ക് വേണമെന്ന് തലേന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ കുറച്ച് ഐറ്റംസ് കുറവുണ്ടായിരുന്നു. അപ്പോൾ അത് നേരിട്ട് ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്തിട്ട് വരുന്ന വഴിയാണ് കേട്ടോ. അവർക്ക് ഒരു 1.5 kg വാഞ്ചോ കേക്കാണ് വേണ്ടിയിരുന്നത്. റെക്ടാങ്കിൾ ഷേപ്പിൽ കേക്ക് വേണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ റെക്ടാങ്കിൾ ഷേപ്പിന്റെ മൗൾഡ് ഇല്ല, സ്ക്വയർ മൗൾഡിൽ വനിലയും ചോക്ലേറ്റും ഓരോ kg വെച്ച് ബേക്ക് ചെയ്തിട്ട് നമ്മൾ റെക്ടാങ്കിൾ ഷേപ്പിലാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാ കേക്ക് നമ്മൾ ബേക്ക് ചെയ്ത് മാറ്റിയിട്ടോ. നമ്മൾക്കിനി ചോക്ലേറ്റ് കേക്ക് അതുപോലെ തന്നെ സ്ക്വയർ മൗഡിൽ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തിട്ട് വരാം. ആളൊരു ക്ലോത്തിങ് ബ്രാൻഡിന്റെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ ഡിമാൻഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആളുടെ ക്ലോത്തിങ് ബ്രാൻഡിന്റെ ലോഗോ മാച്ച് ചെയ്ത് പോകുന്ന ഒരു കേക്ക് അതെങ്ങനെയെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു. പിന്നെ നമ്മളെ വിശ്വസിച്ച് വന്നേരം നമ്മൾ കൈവിടാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് അങ്ങോട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് കേക്ക് വേണമെന്നും പിന്നെ ഒരു ഇനോഗ്രേഷനും കൂടി കേട്ടപ്പോൾ ചെറിയൊരു ടെൻഷൻ ഇല്ലായില്ല. ആദ്യമാണ് ഞാനൊരു ഇനോഗ്രേഷന് വേണ്ടിയിട്ട് കേക്ക് ചെയ്യുന്നത്. വാഞ്ചോ കേക്ക് എന്നും ചെയ്യും പോലെ തന്നെ ഗനാഷും വൈറ്റ് ചോക്ലേറ്റ്സും ചോക്ലേറ്റ് ബൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. വൈകിട്ട് ഒരു 4 മണിയായപ്പോഴാണ് ആള് വിളിച്ചിട്ട് രാവിലത്തേക്ക് ഒരു 11 മണിക്ക് ഒരു കേക്ക് കിട്ടുമോ എന്ന് ചോദിച്ചത്. വേഗം തന്നെ കേക്ക് ബേക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഓടിയിട്ടോ ഷോപ്പിലോട്ട്. പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ വാഞ്ചോ കേക്കിന്റെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഇത് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കാവേ. ഓൾറെഡി 2 days ആയിട്ട് നല്ല തിരക്കിലാണ്, റഷ്യം വീട്ടിലെ കാര്യം ഒക്കെ കൂടിയായിട്ട്. അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ അല്ലായിരുന്നു. എന്നാൽ കൂടിയും ഒരാൾ നമ്മളെടുത്ത് വരുമ്പോൾ നമുക്ക് ചെയ്തു തരാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കൽപ്പിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അന്ന് ലോഗോയുടെ കളർ വന്നിട്ട് ബേൺഡ് ഓറഞ്ച് ഓർ യെല്ലോ ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു കളറാണ്. ഇതും യെല്ലോയും മിക്സ് ചെയ്തപ്പോഴാണ് ഈ ഒരു കളർ കിട്ടിയത്. ഇവരുടെ ഷോപ്പിൽ തന്നെ ഇവരുടെ ലോഗോയിൽ വരുന്ന ഫ്ലവേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി എന്തെങ്കിലും ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വൈറ്റ് ആൻഡ് ഒരു യെല്ലോ അല്ലെങ്കിൽ ഒരു ഓറഞ്ച് ഫ്ലവറാണ് വേണ്ടി വരിക. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ചിലതൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് ടൈം എടുത്ത് സിമിലർ ടു സിമിലർ ഫോട്ടോസ് നോക്കിയപ്പോഴാണ് അവസാനം ഏകദേശമൊക്കെ മാച്ച് ചെയ്ത് പോണത് കിട്ടിയിട്ടോ. എന്നിട്ട് നമ്മളത് പ്രിന്റ് ഔട്ട് എടുത്തു. റെഫറൻസിലെ പോലെ തന്നെ നമ്മൾ കേക്കിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ക്രീമിൽ നിന്ന് കുറച്ചുകൂടി ഡാർക്കൺ കളർ ആക്കിയിട്ട് നമ്മൾ ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ കേക്കിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. കസ്റ്റമറെ മാക്സിമം ഹാപ്പി ആക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു എയിം. ഇത് അവർക്കൊരു ശരിക്കും ഒരു സർപ്രൈസ് ആകുമെന്ന് ഞാൻ വിചാരിക്കണു. അപ്പം നമ്മുടെ കേക്കിന് ഡെലിവറി ടൈം ആയിട്ടുണ്ട്. ഇത് 11 മണിക്കായിരുന്നു കേക്ക് ആദ്യം പറഞ്ഞിരുന്നത്. പിന്നെ ഗസ്റ്റും കാര്യങ്ങളൊക്കെ കുറച്ച് വൈകി വരുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് പയ്യാണ് കൊണ്ട് കൊടുത്തിരുന്നത്. ഈ ഷോപ്പ് വരുന്നത് വെണ്ണല ഭാഗത്താണ്. ആണിട്ട് എൻ്റെ ഫ്രണ്ട് കോളേജ് മേറ്റ് ആണ്. ആംബിയൻസ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ല കളക്ഷൻസ് ഉള്ള ക്ലോത്ത് മെറ്റീരിയൽസ് ആണ്. ലുക്ക് വൈസ് അവർക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ കേക്ക്. അവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെട്ടു. ഭയങ്കര ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. നമുക്ക് എന്തെങ്കിലും നല്ല കമൻസ് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ എടുത്ത എഫേർട്ടൊക്കെ നമ്മൾ ഒറ്റയടിക്ക് മറന്നു പോകും. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ അസ്സലാമു അലൈക്കും.